ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇറ്റാലിയൻ ബോർഡറിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് മിലാനിലേക്ക് വന്നിട്ട് 315 കിലോമീറ്റർ. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വന്നേക്കണ സ്ഥലമാണ്. വർഷം എന്ന് പറഞ്ഞൊരു 3-4 വർഷമായി. കോവിഡിൻ്റെ സമയത്ത്, ആ സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒറ്റ പ്രാവശ്യം കയറിയുള്ളൂ ഇറ്റലിക്ക്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ അറിയില്ല. ആ സമയത്തൊക്കെ ഇവിടുത്തെ ഭയങ്കര പണിയായിരുന്നു. പാലം പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി പണിയായിരുന്നു ഇവിടെ. ഇന്നിപ്പം ഞായറാഴ്ച ഇതിൻ്റെ പേരിൽ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ക്രോസ് ചെയ്ത് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്ന് സാധാരണ വണ്ടി ഓടിക്കാൻ പറ്റില്ല. നമ്മുടെ ഫ്രീ ആണ്. കാരണം നമ്മൾ പൂക്കളുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ പേരിൽ വലിയ കുഴപ്പമില്ല. ഫ്രന്തര എന്ന് എഴുതി കാണിക്കുന്നുണ്ട്, പക്ഷെ ഫ്രന്തര ആയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ വന്നിട്ട് സ്പീഡ് ലിമിറ്റ് വന്നിട്ട് മാറും. കാരണം ഇറ്റലിയിലെ സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 80 പെർ അവർ ട്രക്കുകൾക്ക്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിൻ്റെയും ഇറ്റലിയുടെയും ബോർഡർ വന്നിട്ട് നമുക്കപ്പോൾ നാളെ വന്നിട്ട് മിലാനിൽ 2 സ്ഥലത്തിൽ ഓർഡർ ഇറക്കണം. അതിനുശേഷം നേരെ ഓസ്ട്രിയയിലേക്ക് കയറണം. അവിടെ 2 സ്ഥലത്തിൽ ഓർഡർ ഇറക്കണ്ട. അവിടെ ചൊവ്വാഴ്ച ഇറക്കാനുള്ള. ബാക്കിയുള്ള വിശേഷങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പോണ വഴിക്ക് നോക്കാം. ഇവിടുത്തെ ആയവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ വണ്ടിമ വന്നിട്ട് ഇവിടുത്തെ പേയ്മെൻ്റ് അടയ്ക്കാനുള്ള സംഭവം നമ്മളെ വണ്ടിയിലില്ല. കാരണം ഞങ്ങളുടെ വണ്ടികൾ ഇറ്റലി കയറാറില്ല സാധാരണ രീതിയിൽ. ഞാൻ മെയിനായിട്ട് പോണത് നെതർലാൻഡ്സാണ്. നെതർലാൻഡ്സ് അല്ലെങ്കിൽ ബെൽജിയം, ഫ്രാൻസ്, ആ റൂട്ട്. അപ്പോൾ ആ റൂട്ടിനെ പറ്റി വ്യക്തമായ ധാരണ എനിക്കുണ്ട്. പക്ഷേ ഈ റൂട്ടിനെ പറ്റി വ്യക്തമായിട്ട് ധാരണ എനിക്കില്ല. അന്ന് വന്നപ്പോൾ 3-4 വർഷം മുമ്പ് വന്നപ്പോൾ ഇവിടുത്തെ പാലം പണി ഇതുപോലെയായിരുന്നു. ഇവിടെ എല്ലാ പാലങ്ങളും പുതിയൊരു പാലം പണിതിട്ട് ഹെവി പ്രോബ്ലംസ് മാത്രമായിരുന്നു ഇവിടെ. ഈ പൊളിച്ചു പണി തന്നെയായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും നടക്കണേന്നാണ് എനിക്ക് തോന്നണത് കണ്ടിട്ട്. സിംഗിൾ ലൈൻ ആക്കിയിട്ട് താഴത്ത് ടൂറിസത്തിന്റെ കുറെ സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. അതേനെ ഡബിൾ സെൻസ്. സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 50. ഇതൊക്കെ തന്നെയാണ്. മൊത്തം പണികളായിരുന്നു ഇവിടെ. സൈഡ് പറഞ്ഞിട്ട് പോയേക്കാൻ നോക്കിയ വണ്ടികളുടെ അവിടെ നിറച്ച് പാടുണ്ട്. ഇവർ ഇങ്ങോട്ട് ഇറക്കി വെച്ചേക്കാണ് ഈ സംഭവം. ഈ ടണൽ അടച്ചിട്ടേക്കൂ ഫിർമേ. അതന്നെ നമ്മളിപ്പോഴും ബോർഡർ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലും സൈഡിൽ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അധികം അങ്ങോട്ട് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൈഡ് മൊത്തം അങ്ങോട്ട് വരയും. മോൾ ഭാഗം അവിടെ മുകളിൽ ടച്ച് ചെയ്യും.
ഈ പാലം ഇതൊക്കെ തന്നെയായിരുന്നു അന്നും. പാലം പണികളൊക്കെ ഭംഗിയായിട്ട് നടക്കുമായിരുന്നു. ഇത് പണിത് അന്ന് മുതൽ തുടങ്ങിയ പണിയാണ്. ഇനാഗ്രേഷൻ ചെയ്തു 1 മാസത്തിനകത്ത് പണി തുടങ്ങിയവർ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കില്ല. അതും ഉച്ചയ്ക്ക് 3 മണി അതിൻ്റെ പേരിൽ. കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമുക്കറിയില്ല എങ്ങനെയാണ് എൻ്റെ പരിപാടിയെന്ന്. സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 50 കുത്തി വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് ഏകദേശം ഒരു 3-4 വർഷം മുമ്പിൽ വന്നപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വെച്ചത്. അതായത് അപ്പുറത്തെ ഭാഗത്ത് കയറും, പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് കയറും, അപ്പുറത്തെ ഭാഗത്ത് കയറും, പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് കയറും. അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി ബ്ലോക്കിലൊക്കെ പെട്ട് ഇതിൽ പറഞ്ഞ മാതിരി ഒരു കുഴിയിലേക്ക് എടുത്ത് ചാടിയ മാതിരി അവിടെയൊക്കെ ടച്ച് ചെയ്ത് നമ്മൾ ഇതിൻ്റെ പുറത്തെത്തും. ഇവിടെ വന്നിട്ട് സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 60. നമ്മൾ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റലിയിലേക്ക് കയറി പച്ച ബോർഡൊക്കെ വന്നേണ്ട. അതാണ് ഇവിടുത്തെ പ്രത്യേകത. 10 പൈസക്ക് എഡ്യൂക്കേഷനിൽ ഇവിടുത്തെ ആൾക്കാർ ഡ്രൈവർമാർക്ക് എന്നാണ് പറഞ്ഞു കേട്ടേക്കണത്. നമ്മൾ ഹൈവേന്ന് മാറി കഴിഞ്ഞാൽ ഹെവി റഫാണ്. ലിമിറ്റ് വീണ്ടും കുറച്ചു. ഇതാണ് ഇതിൻ്റെ ബോർഡർ. നമ്മളിപ്പോൾ ക്രോസ് ചെയ്തു. സർക്കസിലൊക്കെ പോയി വണ്ടി ഓടിച്ചിട്ട് വേണം ഇവിടെ വന്ന് വണ്ടി ഓടിക്കാനായിട്ട് ശരിക്കും. അല്ലെങ്കിൽ സൈഡൊക്കെ വണ്ടിയിലിരിക്കും. വഴി എനിക്ക് ക്ലിയർ അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. 60 ബോർഡ് അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ നെയിം ബോർഡ് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവണേ ഇത് തന്നെയാണ് വഴിയെന്ന്. ഇത് 4 വർഷം മുമ്പ് വന്നപ്പോൾ ഇത് തന്നെയായിരുന്നു. ഒരു വ്യത്യാസമില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് അവിടെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ടോൾ അടയ്ക്കുന്ന സ്ഥലത്ത് വരുമ്പോഴേക്കും അവർ പക്ക ക്ലിയർ അങ്ങോട്ടാക്കും. ടോൾ ബൂത്തിന് അവിടെ വരുമ്പോൾ അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും വീണ്ടും ഇതൊക്കെ തന്നെ. ഒരു തരത്തിലുള്ള വ്യത്യാസം വന്നിട്ടില്ല എന്നാണ് തോന്നണ. കണ്ടിട്ട് പോണ്. അതെ, അങ്ങനെയൊക്കെ തന്നെ.
ആ പുറത്ത് ഇവിടുന്ന് മറ്റേ സംഭവം നമ്മൾ മേടിക്കേണ്ടി വരും. ഇതെനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഹെനോവ ഇതന്നെ റൂട്ട്. നമുക്കപ്പോൾ ഈ സൈഡിൽ പോയി ഒന്ന് കുത്തിയെടുത്തിട്ട് സംഭവങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്ന് കാണിക്കാം. എനിക്ക് ഒരു ഐഡിയയും ഇല്ല, അതുകൊണ്ട് കോഞ്ഞു നമ്മുടെ കയ്യിലപ്പം ഈ സംഭവം ഇല്ലാത്തതുകൊണ്ട് അതെ ഇതാണ് ഈ പറഞ്ഞ സംഭവം. ഇതും വെച്ചിട്ടാണ് നമ്മുടെ ജീവിതം തോട്ടം. അപ്പം അതങ്ങോട്ട് ക്രോസ് ചെയ്തു. നമ്മളപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് കയറി. എന്തായാലും അവിടെ ഇരിക്കട്ടെ. കാറ്റ് കൊണ്ടു കഴിഞ്ഞാലേ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാ. ഇതിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഓട്ടോമാറ്റിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ഒരു അടിക്കുമ്പോൾ അത് ഓപ്പൺ ആവേണ്ടതായിരുന്നു. പിന്നെ പിന്നത്തെ കാര്യങ്ങൾ പിന്നെ അതേ പണി തുടങ്ങി. ആ പാലം പണിതുകൊണ്ട് ഒരു കഷ്ടകാലം ഒന്ന് ആലോചിക്കുക. ഓ ആ കമ്പനി കൂട്ടി കളയേണ്ടി വരും. കാരണം ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേയ്മെന്റ് മൊത്തം അവര് വീണ്ടും വീണ്ടും വർഷങ്ങളോളം പണിത് ഒന്നുമില്ലെങ്കിൽ ആ വ്യക്തി ഇല്ലാണ്ടാവണം. അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ വല്ല ഇൻഷുറൊക്കെ ക്ലെയിം ചെയ്തൊക്കെ ജീവനോടൊക്കെ ഇരിക്കാൻ മാത്രം. ഇവിടെ സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 80. അതുകൊണ്ട് റഡാറുകൾ കാണിക്കുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എനിക്കൊന്നും സംഭവമൊന്നും ഉണ്ടായില്ല. ഞാൻ പോയത് 90 ഡിപ്പെൻസ്. ഇവിടുത്തെ വല്ല വണ്ടിക്കാരും കണ്ടു കഴിഞ്ഞാൽ അവരുടെ പുറകെ പോകണം. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ ഇവിടെ നിന്ന് നേരെ ഹെനോവയിൽ നിന്ന് നേരെ മിലാനിൽ നാളെ കാലത്ത് ഇറക്കാം. എന്നിട്ട് അവിടെ നിന്ന് നേരെ അതിൻ്റെ മുകളിലേക്ക്. ആദ്യത്തെ സ്ഥലം വന്നിട്ട് സ്ഥലത്തിൻ്റെ പേര് വരെ മറന്നുപോയില്ല. ഓസ്ട്രേലിയ ഇറക്കിയിട്ട് പിന്നെ രണ്ടാമത്തെ സ്ഥലത്ത് കയറാനായിട്ട് ജർമ്മനിയിൽ കയറി അപ്പുറത്തോടെ ഇറങ്ങിയിട്ട് വേണം ഏറ്റവും അവസാനത്തെ സ്ഥലത്തേക്ക് കയറാനായിട്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എനിക്കറിയൊന്നുമില്ല. വരനോടത്ത് വെച്ചാണോ. ഇതാണ് ഇറ്റലിയുടെ ഇത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഗ്രാമം. ഇവിടെ കാര്യമൊക്കെ ഇതാണെങ്കിലും ലോക്കൽ റോഡിലൊക്കെ അങ്ങനെ ഓടിച്ചാലും ഹൈവേയിൽ മര്യാദയ്ക്ക് ഓടിച്ചില്ലെങ്കിൽ പണി കിട്ടും. ചെക്കിങ് ഉണ്ടാവും. ഒരു ഇറക്കൊക്കെ നമ്മൾ ഇറക്കി, അത് ഡിപ്പെൻസ് ഓൺ സ്ഥലം. നമ്മൾ ചില ഹൈവേയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി വണ്ടി ഇറക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങി മോളിൽ കയറി ചെല്ലുമ്പോൾ ലൈസൻസ് ഉണ്ടാവില്ല എന്ന് പറയാം. ഇറ്റലിയിൽ ഹൈവേയിൽ ഹെവി പ്രശ്നം. നാഷണൽ റോഡിൽ അത്രയ്ക്ക് പ്രശ്നമില്ല. ജർമ്മനിയിലാണെങ്കിലും ഇതുപോലെയൊക്കെ തന്നെ ഹൈവേയിൽ വളരെ സൂക്ഷിക്കണം. നാഷണൽ റോഡിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ല. സ്പെയിനിൽ നേരെ തിരിച്ചാൽ ഹൈവേയിൽ അത്രയ്ക്ക് പ്രശ്നമില്ല. നാഷണൽ റോഡിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാണ്. എല്ലായിടത്തും ചെക്കിങ്ങാ, പോലീസ് ചെക്കിങ്ങാ. ഹൈവേനേക്കാളും കൂടുതൽ വന്നിട്ട് ഹൈവേയിലുണ്ടോയെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതലും വന്നിട്ട് നാഷണൽ റോഡിൽ വണ്ടികൾ ഇങ്ങനെ കിടപ്പുണ്ടാവും. എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവരപ്പോൾ വന്ന് ലൈറ്റ് ഇട്ട് കൊഞ്ഞന മതി കാണിക്കും. ഈ റൂട്ട് പണിതതാണ്. ഇത് പുതിയത് പണിതതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല.
ഇതിനൊക്കെ പണികളൊക്കെ ആയിരുന്നു, വൺ സൈഡുകൾ വിട്ടിരുന്നത്. എന്തായാലും സന്തോഷം. ഇവിടെ കൂടുതലും പാലങ്ങളാ. അതിനുശേഷം നമ്മൾ കയറിയിട്ട് രണ്ടാമത്തെ സ്ഥലത്തേക്ക് കയറി. ഇതിന്റെ സ്ഥലത്തിന്റെ നമ്മളിപ്പോ ഹനോവയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. A10 A10 ആണ് ഈ പറഞ്ഞ സ്ഥലം. ഓ, ഇപ്പൊ ഇവിടെ അടിയിലൊരു ലൈൻ മാർക്ക് കൊടുത്തതാണോ. സ്പെയിനിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ലിഗേറ്ററി ഇപ്പുറത്തേക്ക് തിരിയണം. ഇവിടെ സ്പേസ് കുറവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും, കുറച്ച് വർഷങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഞാനിടയ്ക്ക് യാത്രയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട്. ഇവിടേക്ക് വണ്ടിയുമായിട്ട് വന്നിട്ട് കുറച്ച് വർഷങ്ങളായിരുന്നു മാത്രം. സർവീസ് ഏരിയ. കഴിഞ്ഞ പ്രാവശ്യം വണ്ടിയായിട്ട് വന്നപ്പോൾ ഞാൻ അവിടെ കയറിയിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് താക്കോഗ്രാഫിൽ ഇത് മാറ്റണം, രാജ്യം മാറ്റാനായിട്ട്. ഇന്ന് പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യകതയില്ല. അപ്പോൾ കൂട്ടുകാരെ, നമുക്കപ്പോൾ മന്ദം ഇനി ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് വണ്ടി എടുക്കണം, റെസ്റ്റ് എടുക്കണം. അതിനുശേഷം വീണ്ടും നീങ്ങണം. പിന്നെ അധികം സമയമില്ല മിലാനിലെത്താനായിട്ട്. അപ്പോൾ കൂട്ടുകാരെ, സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.